എന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ച് നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളാണ് നിങ്ങൾ കാണുന്നത്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് ഗൗരി, നന്ദന, അക്ഷയ, ആർദ്ര. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിനെ കുറിച്ച് എനിക്ക് 2 വാക്ക് സംസാരിക്കാനുണ്ട്. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി. മനസ്സിലായോ? മനസ്സിലായി? റെഡിയാണോ? റെഡിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ഒരു അക്ഷരത്തെ നേർപകുതിയാക്കിയാൽ 2 അക്കങ്ങൾ കിട്ടും. ഓക്കെ, അതിൽ ഒരു അക്കം മറ്റേ അക്കത്തിന്റെ പകുതിയാണെങ്കിൽ ആ മലയാള അക്ഷരം ഏതാണ്? അക്ഷയ? ഞാൻ അല്ല. മലയാളത്തിലെ ഒരു അക്ഷരം അതിനെ നേർപകുതിയാക്കിയാൽ 2 അക്കങ്ങൾ കിട്ടും. അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ 1 2 3 4 അങ്ങനെ എക്സെട്ര. അതിൽ ഒരക്കം മറ്റേ അക്കത്തിന്റെ പകുതിയാണെങ്കിൽ ആ മലയാള അക്ഷരം ഏതാണ്? അതിൽ ഒരക്കം മറ്റേ അക്കത്തിന്റെ പകുതിയാണ്. ആദ്യത്തെ അക്കം മറ്റേ അക്കത്തിന്റെ പകുതിയാണ് ഒരു മലയാള അക്ഷരം. നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോ സ്പ്ലിറ്റ് ചെയ്യത്തില്ലേ? അപ്പം എന്തുവാ കിട്ടുന്നത്? നമ്പേഴ്സ് അല്ല കിട്ടുന്നത്, ഇത് നമ്പറാണ് കിട്ടുന്നത്. ഒരക്ഷരം, മലയാള അക്ഷരം 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 നമ്പർ കിട്ടും, 2 അക്കം കിട്ടും. ഒരക്കം മറ്റേ അക്കത്തിന്റെ പകുതിയാണ്. ഏതാണ് അക്ഷരം? അക്ഷരമാണ് ചോദിച്ചത്. അറിയത്തില്ല? ഗൗരി അറിയത്തില്ല? അക്ഷരം ഓ ആണ്. ഓ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 6 3 6 2 3. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എച്ച് ഇയിൽ തുടങ്ങി എച്ച് ഇയിൽ അവസാനിക്കുന്ന ഒരു വാക്ക് പറയാം. എച്ച് അല്ല, എച്ച് ഇയിൽ തുടങ്ങി എച്ച് ഇയിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. ഒരു ഇംഗ്ലീഷ് വാക്കാണ്. പറഞ്ഞോളൂ. സാധാരണയായി നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണത്. അല്ല, ചിക്കൻ ബോക്സ് എന്നാണ് ആർദ്ര പറഞ്ഞിരിക്കുന്നത്. എച്ച് ഇയിൽ തുടങ്ങി എച്ച് ഇയിൽ അവസാനിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്. കറക്റ്റ് ആൻസർ. 2 ചുണക്കുട്ടികൾ കിഴക്കെടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. ഇനി നീ ആണോ ഇറങ്ങി വാടാ. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാട്ടി ഇവന് പുല്ലടാ പുല്ല്. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണ. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. അതേടാ, ഞാൻ ബാസ്റ്റേഡ് ആടാ പറ്റി. അപ്പോൾ നന്ദനയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നന്ദനയ്ക്ക് നല്ലൊരു ക്ലാപ്പ് ആദ്യമേ കിട്ടി. ഇനിയിപ്പോൾ ക്ലാപ്പ് അടിക്കേണ്ട ആവശ്യമില്ല. ഇനി 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ. 2 ഇംഗ്ലീഷ് അക്ഷരം ഒന്നിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഏതാണ് ഇംഗ്ലീഷ് അക്ഷരം? 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. BD കറക്റ്റ് ആൻസർ. അപ്പോൾ നന്ദന 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. നല്ലൊരു ക്ലാപ്പ്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഗുണ്ട ലിസ്റ്റിൽ പേരുള്ള കിളി ഏതാണ്? ഗുണ്ട ലിസ്റ്റിൽ പേരുള്ള കിളി. ഗുണ്ടകളുടെ പണി എന്താണെന്ന് നോക്കിയിട്ട് അതിൽ കിളിയും കൂടെ ചേർത്താൽ മതി. പറഞ്ഞോളൂ. വെട്ടുകിളി കറക്റ്റ് ആൻസർ. അപ്പോൾ ആർദ്രയ്ക്ക് 1 പോയിന്റ് കിട്ടി, നന്ദനയ്ക്ക് 2 പോയിന്റ് കിട്ടി. പറയട്ടാ. അപ്പോൾ ഗുണ്ട ലിസ്റ്റിൽ പേരുള്ള കിളി എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ വെട്ടുകിളിയാണ്. ആർദ്രയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ആർദ്രയ്ക്ക് 1 പോയിന്റ് കിട്ടി. നല്ലൊരു ക്ലാപ്പ്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ആർദ്രയും നന്ദനയുമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടാലേ ആൻസർ പറയാൻ പറ്റുള്ളേ. ക്വസ്റ്റ്യൻ തന്നെ ആൻസർ കിട്ടും. ഒരു പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ട്. അത് ദിവസേന എണ്ണാറുണ്ട്. ഒരു ദിവസം എണ്ണിയപ്പോൾ 1 പൂവ് കുറവ്. അപ്പോൾ ബാക്കി എത്ര? ഒരു പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ട്. അത് ദിവസവും എണ്ണാറുണ്ട്. ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് 1 പൂവ് കുറവ്. എങ്കിൽ ബാക്കി എത്ര? അല്ല, ദിവസവും എണ്ണാറുണ്ട്.
8 അല്ല. 9 1 10 ആ പിന്നെ ഇനി സംഖ്യകൾ പറഞ്ഞോണ്ടിരിക്കും. 1 മുതൽ 100 വരെ പറഞ്ഞു. 6 ടൈം ഔട്ട് ആയി. എണ്ണാറുണ്ട് ആണ് എടുത്തു പറഞ്ഞത്. 8 6 എത്ര? 48. 1 കുറച്ചാൽ 47 ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ വരെ ആയി. ആരെങ്കിലും പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇവിടെ? ഇല്ല. പാട്ട് പ്ലാൻ ചെയ്തിട്ട് പിന്നെ പാടി. ഞാൻ എല്ലാ കാര്യം പറഞ്ഞു വെച്ചിരുന്നു കേട്ടോ. ബോസിന് സോഡ വേണോ? സോ ബോസിന്റെ അടുത്ത് മദ്യം തീർന്നു. വേറൊന്നും വിചാരിക്കില്ലേ? അവന്മാരിക്ക് ഇപ്പൊ കപ്പലണ്ടിയും വേണോന്ന് അവനോടും തോന്നല്ലേ? മതി. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൾക്ക് വെട്ടേറ്റു എന്നുവെച്ചാൽ കുത്തേറ്റു. അപ്പോൾ പോലീസ് ചോദിച്ചു എവിടെയാണ് കുത്തിയത്, എവിടെ വെച്ചിട്ടാണ് കുത്തിയതെന്ന് പോലീസ് ചോദിച്ചു. രണ്ടിനും കൂടി ഒരു ഉത്തരമാണ് പറഞ്ഞത്. എന്താണ് ഉത്തരം? വയറ്റില്ല. കറക്റ്റ് ആൻസർ ആണ്. അക്ഷയ അല്ലേ? അക്ഷയ്ക്ക് 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി ഗൗരിയും കൂടെ ഉള്ളൂ പറയാൻ. ബാക്കി 3 പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാട്ട് ലാസ്റ്റ് പാടണേ. 9ാമത്തെ അതുപോലെ 9ാമത്തെ ക്വസ്റ്റ്യൻ എത്തുമ്പോൾ പാട്ട് പാടണം. അതിന് മുന്നേ പാട്ട് സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കുട്ടി പൂക്കടയിൽ പോയി. പൂക്കടയിൽ പോയിട്ട് ചോദിച്ചു നിനക്ക് എത്ര പൂവ് വേണം, ഏത് പൂവ് വേണം, നിന്റെ അച്ഛന്റെ പേരെന്താണ്? 3നും കൂടി ഒരു ഉത്തരമാണ് പറഞ്ഞത്. എന്താണ് ആ ഉത്തരം? പുഷ്പരാജ്. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? അല്ല. നിനക്ക് ഏത് പൂവ് വേണം, എത്ര പൂവ് വേണം, നിന്റെ അച്ഛന്റെ പേരെന്താണ്? 3നും കൂടി ഒരു ഉത്തരം. എത്ര പൂവ് വേണം, ഏത് പൂവ് വേണം, എത്ര പൂവ് വേണം, അച്ഛന്റെ പേരെന്താണ്? ആർദ്ര പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വരുന്നില്ല. രാജൻ, രാജപ്പൻ, രാജ എന്താ? സൂര്യകാന്തി. രാജനാണോ തുടങ്ങുന്നേ? അല്ല. ഏത് പൂവ്, എത്ര പൂവ്, അച്ഛന്റെ പേര്. ടൈം ഔട്ട് ആയി. പത്രോസ്. ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിൽ പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, കെട്ടിച്ചു വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ബസ്സിൽ കയറിയ യാത്രക്കാരോടും ഉപദേശത്തോടെ പറയുന്ന വാചകം ഏതാണ്? കെട്ടിച്ചുവിട്ട പെണ്ണ്, കടൽ കടന്ന പ്രവാസി, ബസ്സിൽ കയറിയ യാത്രക്കാരൻ. ഉപദേശത്തോടെ പറയുന്ന ഒരു വാചകം 3 പേരെടുത്തു. കെട്ടിച്ചുവിട്ട പെണ്ണ്, കടൽ കടന്ന പ്രവാസി, ബസ്സിൽ കയറിയ യാത്രക്കാരൻ. കെട്ടിച്ചുവിട്ട പെണ്ണിന്റെ അടുത്ത് ടിക്കറ്റ് എവിടെ? ബസ്സിൽ കയറിയ യാത്രക്കാരനോട് മാത്രമേ ടിക്കറ്റ് എവിടെയും ചോദിക്കാൻ പറ്റൂ. ഉപദേശത്തോടെ പറയുന്ന ഒരു വാക്ക്. കെട്ടിച്ച് വിട്ട പെണ്ണിന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 3നുള്ള ആൻസർ കിട്ടും. പോയിട്ട് വാ അല്ല, ബസ്സിൽ കയറുമ്പോ പോയിട്ട് വാ എന്നാരാ പറയണേ? നന്നായി വരിക. നന്നായി വരിക അല്ല, സൂക്ഷിച്ച് നടക്കുക. സൂക്ഷിക്കണേ. ബസ്സിൽ കയറിയ യാത്രക്കാരൻ, കടൽ കടന്ന പ്രവാസി, പിന്നെ കെട്ടിച്ചുവിട്ട പെണ്ണ്, കടൽ കടന്ന പ്രവാസി, ബസ്സിൽ കയറിയ യാത്രക്കാരൻ. ഇവരോട് ഉപദേശത്തോടെ പറയുന്ന വാചകം ഏതാണ്? ടൈം ഔട്ടായി. പിടിച്ചു നിന്നോണേ. ആദ്രയുടെ ഫേസ് ആയിരുന്നു കാണുന്നു. ഒരുപാട് ആൻസറുകൾ പറഞ്ഞു, ഒട്ടും പറ്റുന്നില്ല. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, എളുപ്പ ക്വസ്റ്റ്യൻ ആണേ. വാഹനങ്ങൾ പോകാത്ത റൂട്ട് ഏതാണ്? പെട്ടെന്ന് പറഞ്ഞു. വാഹനങ്ങൾ പോകാത്ത റൂട്ട്. ബീട്രൂട്ട്.
ഇവിടെ പറഞ്ഞു. നന്ദന പറഞ്ഞു ആൻസർ. അപ്പോൾ നന്ദന 3 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ബീട്രൂട്ട് ആണ് ആൻസർ. ഇനി ഒരു പാട്ടാ. എന്നോടിഷ്ടം കൂടാമോ എന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ക്ലാപ്പ് അടിക്കുക. അതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. സഞ്ചിയുള്ള ജീവി ഏതാണ്? തോളിൽ സഞ്ചിയുള്ള ജീവി. ഇതൊരു ജീവി എന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യഗണത്തിൽ പെടുന്ന ഒരാളാണ്. അല്ല, തോളിൽ സഞ്ചിയുള്ള ജീവി. സഞ്ചി ഇട്ടോണ്ട് നടക്കും ഒരു ജീവി. പണ്ടൊക്കെ സാധാരണ കാണപ്പെടുന്ന ഒരു ജീവിയാണത്. ജീവി എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളാണ്. മനുഷ്യവർഗത്തിൽപ്പെട്ട ആളെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ക്ലൂ. മനുഷ്യവർഗത്തിൽ ഇപ്പം കുരങ്ങൻ മനുഷ്യൻ ചിമ്പാൻസി ഒറാങ്കോട്ട മനുഷ്യനാണ്. മനുഷ്യനാണ്. പറഞ്ഞോളൂ. ഒരു ജീവി. ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, പക്ഷെ അത് കുസൃതി ചോദ്യം അങ്ങനെ ചോദിക്കാൻ പറ്റൂ. തോളിൽ സഞ്ചിയുള്ള ജീവി എന്നതാണ് ക്വസ്റ്റ്യൻ. അറിയത്തില്ല? കണ്ടക്ടർ. സൂപ്പർ. അപ്പോൾ ഇന്നത്തെ ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ വിജയി ആരാ? നന്ദന. അപ്പൊ നന്ദനയ്ക്ക് നല്ലൊരു ക്ലാപ്പ്. അപ്പോൾ ഇന്നത്തെ ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ വിജയിയായ നന്ദനയ്ക്ക് ഗിഫ്റ്റ് നൽകുന്നത് VMTV ന്യൂസിന്റെ റിപ്പോർട്ടറും ഹാങ്ങറും ഒക്കെ ആയ ഞാൻ തന്നെയാണ്. വരാറുമില്ല. മേടിച്ചോളൂ. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ആദ്രയ്ക്ക് എന്താ ഒരു നല്ല പ്രോഗ്രാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.